ബാബുച്ചായനോട് ഭീമയിൽ പോയാൽ മതിയെന്നു. എന്ത് ചെയ്യാനാ, കൂട്ടുകാരന്റെ കടയിൽ നിന്നേ സ്വർണം വാങ്ങുന്ന ഒരേ ഒരു വാശി. ആ എന്താണെങ്കിലും ഒറ്റ മോളല്ലേ, എല്ലാം ഭംഗിയായി നടന്നാൽ മതിയായിരുന്നു. അല്പം തിരക്കാണേ, ഞാൻ പിന്നെ വിളിക്കാമേ. മേരിയമ്മച്ചി, ഇത് തീർന്നില്ലേ? നീ എന്നാ കരുതിയേ പഴം പൊളിച്ചു തിന്നുന്ന പോലെ എളുപ്പമാണോ തേങ്ങ ചെറുക്കി വറുത്തെടുക്കാൻ? അല്ലേ അവളുടെ ഒരു പത്രാസ്, അത് എന്നോട്. മരീതേ, കാര്യങ്ങൾ എവിടെ വരെയായി? എന്റെ പണികളൊക്കെ തീർന്നു മോളി. എല്ലാ പണിയും പെട്ടെന്ന് തീർക്ക്. കുരിശുമണി അടിക്കും മുൻപേ മധുരം വെക്കണം. ബാബുച്ചാൻ ഇതുവരെയും കണ്ടില്ലല്ലോ. ഇത് എവിടെയായിരുന്നു? മധുരം വെക്കണ്ടേ നമുക്ക്? മധുരം വെക്കാനോ? അതിന് അളിയനും പെങ്ങളും വന്നോ? ഓ, ആ ദരിദ്രവാസികളെ കൊണ്ടാണോ നമ്മുടെ മോൾക്ക് മധുരം വെപ്പിക്കുന്നത്? അല്ലേ, അവരല്ലേ അവളുടെ തലോട്ടപ്പനും തലോട്ടമ്മയും. അവരല്ലേ മധുരം കൊടുക്കേണ്ടത്. അങ്ങനെയല്ലേ മേരിയമ്മച്ചി എന്റെ നാട്ടു നടപ്പത്. ആ അത് പിന്നെ അങ്ങനെ തന്നെയല്ലേ മോനെ. നിങ്ങളോട് ആരാ മനുഷ്യ ആ തള്ളയോട് അഭിപ്രായം ചോദിക്കാൻ പറഞ്ഞത്? ആ മതി മതി, ബാക്കി പണിയൊക്കെ പന്തലിന്റെ വടക്ക് ഭാഗത്ത് ചെന്നിരുന്ന് ചെയ്യൂ. ആളുകളൊക്കെ വന്നു തുടങ്ങി. വലിയ വലിയ ആളുകളാണ് വരുന്നത്. നീ ഒന്ന് ചുമ്മാതിരി മോളി. നീ പറഞ്ഞ വലിയ ആളുകള് ഞങ്ങളാരും കണ്ടിട്ടില്ലല്ലോ. സാലി, വെറിയതേ, കൊച്ചുദ്രേസ്യ, വാ നമുക്ക് പോകാം അപ്പുറത്തേക്ക്. നീ എന്താ ഇവിടെ കുന്തം പിഴിഞ്ഞ പോലെ നിൽക്കുന്നത്? ഇവരുടെ ഗമ കാണാനോ? ഇച്ചായോട് ഇത് എത്ര പറഞ്ഞാലും മനസ്സിലാകില്ലേ? എത്ര എത്ര വലിയ ആളുകൾ പങ്കെടുക്കുന്ന ഫംഗ്ഷനാ ഇത്. എന്നിട്ടാ ഓണം കേറാമൂലയിൽ നിന്ന് വരുന്ന അവരെ പിടിച്ചാണോ മധുരം വെപ്പിന് നിർത്തുന്നേ? അപ്പൊ നമ്മുടെ മോൾക്ക് മധുരം വെക്കണ്ടേ? മധുരം വെക്കണ്ടെന്ന് ആര് പറഞ്ഞു? നിങ്ങൾ ഇങ്ങോട്ട് വന്നേ. എന്റെ കാനഡയിലുള്ള ആങ്ങളില്ലേ വില്യംസ്, അവരും ഭാര്യ ഇപ്പൊ എത്തും. അവരാണെങ്കില് നമ്മുടെ സ്റ്റാറ്റസിനനുസരിച്ചുള്ള രീതിയിലാകും വരുന്നത്. അതൊരു നെറുകേടല്ലേ മോളി? എന്തു നെറുകേട്? നിങ്ങൾക്കൊരു വിലയും നിലയൊക്കെ ഇല്ലേ? അതൊക്കെ ഇക്കണ്ട ആളുകളുടെ മുന്നിൽ വെച്ച് നശിപ്പിക്കണോ? ശരി, അങ്ങനെയെങ്കിൽ അങ്ങനെ കാര്യം ഭംഗിയായിട്ട് നടക്കട്ടെ. ഒന്ന് അപ്പുറം പോയി കളിച്ചേ പിള്ളേരെ. യാത്രയൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ഓ, ആകെ ബുദ്ധിമുട്ടി പോയി. ഇവിടെയൊന്നും വലിയ വലിയ വണ്ടികൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യം പോലും ഇല്ലല്ലേ? ഓ, നിങ്ങൾ കാനഡയിലെ പോലുള്ള വീടുകളൊന്നും ഇവിടെ ഇല്ല എന്റെ പൊന്നു നാത്തൂനെ. അതെ, ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഇന്നത്തെ പ്രധാന താരങ്ങൾ നിങ്ങളാണ്. ഞങ്ങളോ? അതെങ്ങനെ? നമ്മുടെ കല്യാണപ്പെട്ട അലീന മോൾക്ക് മധുരം കൊടുക്കുന്നത് നിങ്ങളാണ്. അത് സാബുജാന്റെ പെങ്ങളും ഭർത്താവല്ലേ മധുരം കൊടുക്കേണ്ടത്? ആ നാശം പിടിച്ചതൊന്നും ചൊവ്വാകില്ലെന്നേ. അല്ലെങ്കിൽ തന്നെ എന്റെ നാത്തുവിന്റെ പത്രാസംഗമേ ആ കൊണ്ട്. മണവാട്ടി പെണ്ണിനെ കണ്ടില്ലല്ലോ, വിളിക്ക്. മോളെ, അല്ലോ, അലീന, നീ വന്നേ. ഇവിടെ ആരാ വന്നതെന്ന് നോക്കിയേ. ആ അമ്മേ, പേപ്പ, ആ ആന്റി. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ, ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആ മോളെ, എന്തു പറയുന്നു? സമയം 7 മണിയാവാൻ പോകുന്നു. നമുക്ക് മധുരം വെപ്പ് നടത്തണ്ടേ? അലീന മോളെ, നിന്റെ കൂട്ടുകാരെന്തോ പരിപാടിയൊക്കെ അവതരിപ്പിക്കണമെന്ന് പറഞ്ഞിട്ട് എന്തായി? അതിന്റെ ഒരുക്കങ്ങളൊക്കെ ഇവിടം വരെ ആയി. പപ്പ, അവരൊക്കെ റെഡിയാ. അവരൊക്കെ ഇതാ എത്തി. യാത്രയൊക്കെ ചെയ്ത് ക്ഷീണിച്ചു വന്നതല്ലേ, ഞങ്ങളൊന്ന് ഫ്രഷ് ആയിട്ട് വരാണ് ഞാൻ. തിങ്കളേ തിങ്കളേ ഇനി ഒളി കണ്ണിറിയേ, ഇവൾക്കൊരുവൻ കിഴക്കുതിച്ചേ.
കണ്ണിപ്പെണ്ണെ കൺകതളിത്രേനെ കണ്ടവാടി കണ്ണിപ്പെണ്ണെ കൺകതളിത്രേനെ കണ്ടവാടി കുത്തെടുത്ത പട്ടുനിലാവേ അല്ലേ ഈ ന്യൂജൻ പിള്ളേർ മാത്രം കളിച്ചാൽ മതിയോ? ഞങ്ങളവിടെ അടുക്കളപ്പുറത്ത് ഇരുന്ന് ഈ പാട്ട് കേട്ട് ഡാൻസ് കളിക്കായിരുന്നു. അതെന്തിനാ മേരിയമ്മച്ചി നിങ്ങൾ അവിടെ നിന്ന് ഡാൻസ് കളിക്കുന്നേ? ഇവിടെ നിന്ന് കളിച്ചാ പോരെ? എന്നാൽ ഇതാ ഞങ്ങൾ തുടങ്ങിയായി. എടി മോളി, ശാലി, എല്ലാരും വന്നേ. ചെമ്പകപ്പ് കുമ്പിടും പെണ്ണൊരുത്തി വന്നല്ലോ കർപ്പൂരപ്പന്തലില് പുഞ്ചിരിച്ച് പുത്തനോടി പരത്തി അഞ്ജനവും കസ്തൂരിയും നിരത്തി ശമയിച്ച് നല്ല ചന്തം വരുത്തി വെള്ളയും കഴിവടവും തിരുത്തി വെള്ളവളെ മന്ത്രമാർഗം തിരുത്തി വന്ന ജനമെല്ലാരും ചൊല്ലുന്ന മണ്ണിലിൽ ഇങ്ങനെ ചേരുള്ള മറ്റൊരുത്തി വന്നല്ലോ കണ്ടില്ലേ കണ്ടില്ലേ കർപ്പൂരപ്പന്തലില് ചെമ്പകപ്പ് കുമ്പിടും പെണ്ണൊരുത്തി വന്നല്ലോ കർപ്പൂരപ്പന്തലില് പുഞ്ചിരിച്ച് പുത്തനോടി ആന്റി അങ്കിളും വന്നില്ലല്ലോ പപ്പ. അവര് വന്നാലല്ലേ മധുരം വെക്കാൻ പറ്റൂ. എന്താ പപ്പ മിണ്ടാത്തെ? മോളെ അത് അവരല്ല നിനക്ക് മധുരം വെക്കുന്നത്, വില്യംസ് അങ്കിളും ആന്റിയും ആണ്. അതെന്താ അങ്ങനെ? അതങ്ങനെയാ. കുറച്ച് കൂടുതൽ കാര്യങ്ങൾ അന്വേഷിക്കണ്ട. ആ ആന്റി, അങ്കിളെ. ആ മോളെ, ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. അച്ചായ, ഞാൻ പറഞ്ഞില്ലേ മധുരം ഇപ്പൊ കഴിഞ്ഞു കാണില്ല എന്ന്. എന്റെ കർത്താവേ, നീ കാത്തു ഞങ്ങളെ. അളിയ, ഞങ്ങൾ വന്ന ബസ്സിന് ഒരു ചെറിയ ആക്സിഡന്റ് പറ്റി. അതുകൊണ്ടാണ് ഞങ്ങൾ വരാൻ അല്പം താമസിച്ചത്. അത് സാരമില്ല, സമയത്തിന് എത്തിയല്ലോ. അതെ, ഒരു ചെറിയ മാറ്റമുണ്ട്. നിങ്ങളല്ല മധുരം കൊടുക്കുന്നത്. അലീന മോൾക്കൊരു ആഗ്രഹം, അവളുടെ വില്യംസ് അങ്കിളും ആന്റിയും മധുരം കൊടുത്താൽ മതിയാണ്. എന്താ അമ്മയെ പറയുന്നത്? ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. എനിക്ക് ഷാജിയങ്ങളും മിനിയാന്റിയും മധുരം വെച്ചാൽ മതി. അമ്മ എന്തിനാ കള്ളം പറയുന്നത്? എന്താ ഇവിടെ നടക്കുന്നേ? ആരെങ്കിലും ഒന്ന് പറയുമോ? അളിയ,
എന്റെ ഭാര്യയുടെ സ്വഭാവം ഞാൻ പറയാതെ തന്നെ അളിയെന്ന് അറിയാലോ. അവൾക്ക് അവളുടെ ആങ്ങളെയും നാത്തൂനും മധുരം വച്ചാൽ മതി എന്നാണ്. മോളുടെ നല്ലൊരു ചടങ്ങ് വിഷമത്തിലാകണല്ലോ എന്ന് കരുതി ഞാനൊന്നും മിണ്ടിയില്ല. അളിയാ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. പക്ഷേ നിങ്ങളുടെ സഹോദരി എത്ര ആഗ്രഹിച്ചു വന്നാണെന്ന് അറിയാമോ? അവളോട് ഞാൻ എന്താ പറയാ? ഞാനേ അവളോടൊന്ന് സംസാരിച്ചു നോക്കട്ടെ. അയ്യോ, അവരാണോ മധുരം കൊടുക്കുന്നത്? എന്നാലും മോളി, ഇത് കടന്ന കൈയായി പോയി. എന്റെ മോളുടെ ചടങ്ങിൽ ഞാൻ കണ്ണീർ വീഴ്ത്തുന്നില്ല. പക്ഷേ എല്ലാം കാണുന്ന ഒരാൾ മുകളിലിരിക്കുന്ന കാര്യം മോളി മറന്നു പോകരുത്. എടാ അലക്സേ, ഈ അവസാന നിമിഷത്തിൽ നീ ഇങ്ങനെ പറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും? അതൊന്നും പറഞ്ഞാൽ പറ്റില്ല. എനിക്കെന്റെ പൈസ ഇപ്പൊ കിട്ടണം. നാളത്തെ ചെലവിലുള്ള പൈസയാണ്. 10 മിനിറ്റിനുള്ളിൽ നീ ഇവിടെ ഉണ്ടാവണം. ഇല്ലെങ്കിൽ ബാബു വരാണെന്ന് നീ അറിയും. എന്താണ് എന്ത് പറ്റി? മോളി, കുറച്ച് വെള്ളം എടുത്തേ, എനിക്ക് തല ഇറങ്ങിയിട്ട് വേണം. എന്താ പപ്പ പറ്റിയേ? കൊച്ചേട്ടാ, ഇതൊന്ന് വേഗം കുടിക്കൂ. ആ നെറുകെട്ടവനെ, നീ എന്നോട് ഇങ്ങനെ ചെയ്യണ്ടായിരുന്നു. എന്റെ കൊച്ചിന്റെ ഭാവി വെച്ചാണ് നീ കളിക്കുന്നത്. അത് ഞാൻ എന്താ സംഭവം അലക്സേ? ആരെങ്കിലും എന്താന്ന് പറയും. അവൻ മിണ്ടില്ല. നോണം കെട്ടവൻ തലയും താത്തി നിൽക്കുന്നുണ്ടില്ല. അലക്സേ, എന്താ കാര്യം? ബാബുച്ചായുടെ കയ്യിൽ നിന്ന് 20 ലക്ഷം രൂപ കടം വാങ്ങിയായിരുന്നു. കഴിഞ്ഞ ആഴ്ച കൊടുക്കാം എന്നായിരുന്നു ഞാൻ പറഞ്ഞത്. അപ്പോൾ എനിക്ക് ക്യാഷ് റെഡി ആയില്ല. എനിക്ക് ഇന്നൊരാൾ ക്യാഷ് തരാമെന്ന് പറഞ്ഞിരുന്നു. അത് റെഡി ആയില്ല. ഞാൻ എന്താ ചെയ്യേണ്ടത്? എനിക്കറിയില്ല. പപ്പ വിഷമിക്കാതെ പപ്പ. നാളത്തെ ദിവസം ഇക്കണ്ട ആൾക്കാരുടെ മുമ്പിൽ മുഴുവനും ഞാൻ നാണം കെടുമല്ലോ ദൈവം. നിഖിലിന്റെ വീട്ടുകാർ ഇതൊക്കെ അറിഞ്ഞാൽ, നിഖിലിന്റെ മമ്മിയാണെങ്കിൽ നിന്റെ മമ്മീനെ പോലെ തന്നെ ഒരു വാശിക്കാരിയാണ്. എടാ വില്യംസേ, നീ ഒരു 20 ലക്ഷം രൂപ തൽക്കാലത്തേക്കൊന്ന് മറിക്കാൻ തരുമോ? ഞാൻ അവളോടൊന്ന് സംസാരിക്കട്ടെ. ദേ മനുഷ്യൻ, ഉള്ള കാര്യം ഞാൻ പറയാം. കയ്യിലിരിക്കുന്ന ക്യാഷ് പെങ്ങൾക്ക് കൊടുത്തിട്ട് അവസാനം അത് ചോദിക്കാനും മേടിക്കാനും പറ്റാത്ത അവസ്ഥയിലേക്ക് വരരുത്. എന്തെങ്കിലും പറഞ്ഞ് ഒഴിവാക്കാൻ നോക്ക്. എന്റെ സ്വഭാവം മാറും, പറഞ്ഞേക്കാം. ചേച്ചി, ഞാൻ ക്യാഷ് തന്നേനെ. കഴിഞ്ഞ ആഴ്ചയാണ് ഞാൻ ക്യാമ്പിൽ ഒരു ഫ്ലാറ്റിന് അഡ്വാൻസ് കൊടുത്തത്. ഇപ്പൊ എൻ്റെ കയ്യിൽ ഒന്നുമില്ല. എടാ, എന്നാലും നീ വിചാരിച്ച എന്തെങ്കിലും ചെയ്യാൻ പറ്റില്ലേ? അത് ഒരു നിവൃത്തിയില്ല ചേച്ചി. എന്റെ കർത്താവേ, ഈ അവസാന നിമിഷത്തിൽ ഇത്രയും വലിയൊരു തുക ഞാൻ ആരോട് പോയി ചോദിക്കും ദൈവമേ? കൊച്ചേട്ടാ, എന്നാലും എന്നോടോ ദിയാനോടോ ഒരു വാക്ക് ചോദിക്കാൻ തോന്നിയില്ലല്ലോ. നിങ്ങൾ വെറും 7-ാം കൂലി ആയിട്ടല്ലേ ഞങ്ങളെ കാണുന്നത്? അച്ചായ, ആ സ്ഥലം വിറ്റ പൈസ ഇല്ലേ, അതെടുത്ത് കൊച്ചേട്ടന് കൊടുക്കൂ. കൃഷിയും കൃഷിഭൂമിയും ഒക്കെ നമുക്ക് ഇനി ഉണ്ടാക്കാം. പക്ഷേ എൻ്റെ പീലാസ് മോളുടെ കണ്ണീര് കാണാൻ എനിക്ക് പറ്റില്ല. മോളി ചേച്ചി, ഇതൊക്കെ ഒരു നിയോഗമാണ്. എന്റെ മാതാവേ, നീ കാത്തു. അല്ലേ, മോളിക്ക് കർത്താവിലേക്ക് വിളിക്കാൻ അറിയാമോ? ധിക്കാരവും ധാർഷ്ട്യവും ഒക്കെ ആയിരുന്നല്ലോ സംസാരത്തില്. മിനിയേ, നോക്കിക്കേ, മോളി ചേച്ചിയുടെ കണ്ണ് നനഞ്ഞു കുതിരുന്നത്. അപ്പോൾ അവനവനിട്ട് കുത്തിയാൽ കുത്തു കൊള്ളും. അലക്സ് വന്നതിന് ശേഷം ഞാനിവിടെ കണ്ടു നിൽക്കുകയായിരുന്നു. അടിയൻ പലരോടും ക്യാഷ് ചോദിക്കുന്നത്. എന്നിട്ടും ഞങ്ങളോട് ഒരു വാക്ക് ചോദിച്ചില്ലല്ലോ. ഞങ്ങളെയൊക്കെ ഒപ്പം നിർത്താൻ പറ്റാത്തത് കൊണ്ടാണോ ഞങ്ങളെയൊക്കെ ഒഴിവാക്കിയത്? ദേ,
ഒരുത്തി ചങ്ക് പൊട്ടി നിൽക്കുന്നത് കണ്ടില്ലേ? നിങ്ങളിവിടെ ക്യാഷിന് ഓടുന്ന സമയത്തെ അവൾ എന്നോട് പറഞ്ഞ എന്താണെന്ന് അറിയാമോ? നമ്മുടെ ഭൂമി വിറ്റ പൈസ എടുത്തിട്ട് അലീന മോളുടെ കല്യാണത്തിന് കൊടുക്കാനാണ് അവൾ പറഞ്ഞത്. അതാണ് അവളുടെ മനസ്സ്. ഞങ്ങൾ ഇപ്പൊ തന്നെ ക്യാഷുമായിട്ട് തിരിച്ചു വരാം. ബാബുച്ചായ, എന്നോട് ക്ഷമിക്കണം, ഞാൻ വളരെയേറെ ശ്രമിച്ചതാണ്. ഓട്ടടാ, ഞാൻ എന്റെ വിഷമം കൊണ്ട് പറഞ്ഞു പോയത്. അല്ല, നിങ്ങൾ എന്താ ഇവിടെ എല്ലാരും കൂടി കഥ പറഞ്ഞുകൊണ്ടിരിക്കണോ? പെണ്ണിന് മധുരം കൊടുക്കാൻ സമയമായില്ലേ? വന്നവരൊക്കെ ഇവിടെ ധൃതി കൂട്ടുന്നു. വാടി, എന്നാ നമുക്ക് മോൾക്ക് മധുരം കൊടുത്തേക്കാം. വില്യംസ് ഒന്ന് നിന്നേ, മധുരം വെക്കാൻ വരട്ടെ. ഷാജി, മിനി, നിങ്ങൾ എന്നോട് പൊറുക്കണം. ആടയാഭരണങ്ങളിലും പൊങ്ങച്ചങ്ങളിലും ഒരു കാര്യമില്ല എന്ന് എനിക്ക് മനസ്സിലായി. എൻ്റെ കുടുംബത്തിൻ്റെ കണ്ണീരൊപ്പാൻ നിങ്ങളെ ഉണ്ടായിരുന്നു. എൻ്റെ മോൾക്ക് നിങ്ങൾ മധുരം കൊടുത്താൽ മതി. അങ്കിളെ, ആൻറ്റി, മമ്മിയോട് ക്ഷമിക്കേ. എനിക്ക് നിങ്ങൾ മധുരം വെച്ചാൽ മതി. പെണ്ണിന് മധുരം കൊടുക്കട്ടെ? പെണ്ണിന് മധുരം കൊടുക്കട്ടെ? പെണ്ണിന് മധുരം കൊടുക്കട്ടെ? ചേർന്ന് ചേരണ്ട മായിപ്പിക്കും പെണ്ണാണേ, മണിമാരത്താരം എന്നിൽ വെയിൽ മിന്നാടേ. താവരം നിന്നെ കണ്ടാലും മുമ്പിലും വെച്ചേനെ, കതിരോനെ കണ്ണഞ്ചിക്കാൻ പോരും മച്ചാനെ. നെഞ്ചോറും തോടുണ്ടേ, ചുണ്ടാളും ശീലുണ്ടേ, രണ്ടാളും കൂടുമ്പോ കൊണ്ടാടണ്ടേ. കൊണ്ടാട്ടച്ചേലാത്ത നല്ലാട്ടക്കാരുണ്ടേ, കടയിലെ പന്തൽ കെട്ടി തപ്പും ഒപ്പിച്ചുണ്ടെങ്കിൽ കാത്തിരിക്കും നേരം തന്നെ ജില്ലം ജില്ലാല. ജില്ലം 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 ജില്ലാല. ജില്ലം 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 ജില്ലാല. ജില്ലം 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 ജില്ലാല. ജില്ലം ജില്ലാല. മൈക്കണ്ണിൻ മുള്ളും കൊണ്ടൻ ഉള്ളിൽ കുത്തും പെണ്ണാണേ, ഒരു സ്വപ്നം തന്നൊരു മൽമുട്ടാണേ. ഞാൻ പണ്ടേ കച്ചൻ കെട്ടി നിന്നെ കെട്ടാനിപ്പാണേ, പടിയോര വെള്ളിപ്പല്ലക്കെത്തി പിന്നാലെ. കൂട്ടാരും കൂട്ടുണ്ടേ, നാട്ടാരും കൂടെയുണ്ടേ, ആശിച്ചോരെല്ലാരും കൂടിയിട്ടുണ്ടേ. ആശപ്പൂങ്കൊട്ടാരം പിന്നോരം മുട്ടിയിലെ ചിങ്കാരപ്പട്ടും ചുറ്റിച്ചേരി വട്ടപ്പൊട്ടും മൊട്ടും ഇന്ന് വെട്ടിക്കൊണ്ടേ പോകാൻ ജില്ലാല. ജില്ലം 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 ജില്ലാല. ജില്ലം 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 ജില്ലാല. ജില്ലം 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 ജില്ലാല. നാളേറെ കാത്തിട്ടും നീ വന്നില്ല, മുടിക്കും പോലെ നേരം പോയില്ല. നിന്നെ ഞാൻ കാണുന്ന നേരം തൊട്ടേ എന്നുള്ളിൽ കേൾക്കുന്നുണ്ട് ജില്ലം ജില്ലാല. മാനത്തെ മൈമേനി ഏറെ കൊഞ്ചാറുള്ളൂ, നീ എന്നൊരാളെ കണ്ണിൽ മിന്നാറുള്ളൂ. ആകാശം വീശുന്നുണ്ട് മേഘത്തൂവാല, പാടാനി ഞാനില്ലേ ജില്ലം ജില്ലാല. ജില്ലം 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 ജില്ലാല. ജില്ലം 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 ജില്ലാല. ജില്ലം 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 ജില്ലാല. ചേരമന്തി ചേരും കൊണ്ടേ മോഹിപ്പിക്കും പെണ്ണാണേ, മനസ്സിന് കെട്ടം തന്നോരോ മണ്ണാണേ. ഞാൻ കൊണ്ടേ കച്ചൻ കെട്ടി നിന്നെ കെട്ടാതിപ്പാണേ, മണി
കൊത്തും കൊത്തി മിന്നു കെട്ടിക്കൊണ്ടേ പോകാൻ ചില്ലം ചില്ലാല ചില്ലം 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 ചില്ലാല ചില്ലം 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 ചില്ലാല ചില്ലം 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 ചില്ലാല വിത്തര 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 വിത്തര